ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ 6th ചാപ്റ്റർ ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ എക്സസൈസ് 6.3ലെ 10th ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ആദ്യം ചെയ്യുന്നത്. അതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. CD and GH are respectively the bisectors of angle ACB and EGF such that D and H lie on sides AB and FE of triangle ABC and EFG respectively. If triangle ABC similar to triangle FEG, show that first sub question CD by GH equal to AC by FG. Second question, triangle DCB similar to triangle HGE. Third question, triangle DCA similar to triangle HGF. ഫിഗർ തന്നിട്ടില്ല, നമുക്ക് ഫിഗർ വരയ്ക്കണം. വരച്ച് നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ഫിഗർ വരച്ചു. CD ആൻഡ് GH ആർ, CDയും GHും ആർ respectively bisectors of angle ACB and EGF. ACB and EGH such that D and H lie on sides AB and EF. AB and EF of triangle ABC and triangle EFG respectively. If triangle ABC similar to triangle EFEG, triangle ABC നമുക്ക് വന്നിട്ട് triangle ABC similar to triangle FEG, ABC അതുപോലെ FE, എയിൽ തുടങ്ങുന്നു, എയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എഫ്, ABC സിമിലർ ടു ABC. അപ്പോൾ ഇവിടെ FEG, ഇത് പടം തന്നിട്ടുള്ളതല്ല, ഫിഗർ നമ്മൾ വരച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എഫ് ആദ്യം എഴുതിയിരിക്കുന്നത്, FEG എന്ന് എഴുതിയിരിക്കുന്നത്. EFG എന്നല്ലാണ്ട് FEG എന്നെടുത്ത് നമുക്കിത് കറസ്പോണ്ടിങ് ആയിട്ട് സൈഡ്സ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് CD by GH ഈക്വൽ ടു AC by FG അത് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം അത് ഉൾപ്പെടുന്ന ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് ABCയും FEGയും മാത്രമേ സിമിലർ ആണെന്ന് തന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഈ CDയും GHും ആംഗിൾ ബൈസെക്ടേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും ഈ ട്രയാങ്കിൾ ABCയിൽ. അതുപോലെ FEGയിൽ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇൻ ട്രയാങ്കിൾ ABC അവിടെ CD ആംഗിൾ ബൈസെക്ടർ ആണ്. അതുകൊണ്ട് തന്നെ ആംഗിൾ ACD ഫിഗറിൽ നോക്കാം, ACD ഈക്വൽ ടു ആംഗിൾ BCD ബൈസെക്ടർ ആയതുകൊണ്ട് തന്നെ അത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഈക്വൽ ടു ഹാഫ് ആംഗിൾ ACB ആയിരിക്കും. ആംഗിൾ ബൈസെക്ടർ ആണ്, ആ കാര്യം മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പം അതുപോലെ തന്നെ ഇൻ ട്രയാങ്കിൾ EFG നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമ്മൾ ABC എന്ന് പറയാം. അതുകൊണ്ട് ഇവിടെ നമുക്ക് EFG എന്നോ FEG എന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പം ഇൻ ട്രയാങ്കിൾ EFG ആംഗിൾ ഈ രണ്ട് ആംഗിൾ FGH ഈക്വൽ ടു അടുത്ത ആംഗിൾ EGH ഈക്വൽ ടു ഹാഫ് EGF എന്നുള്ള ആംഗിൾ. ഇവിടെ നമുക്ക് ABCA എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ACB എന്ന് പറഞ്ഞാൽ ഇവിടെ EGF എന്ന് പറഞ്ഞാൽ എങ്കിൽ EGF. ഇവിടെ EGFO FEG ഒന്നും മാറിയാലും കുഴപ്പമില്ല. നമ്മൾ ലാസ്റ്റ് സിമിലർ ട്രയാങ്കിൾസ് എടുത്ത് എഴുതുമ്പോൾ ഓർഡർ കൃത്യമായിട്ട് നോക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഇതുവരെ ചെയ്തത് ഈ ആംഗിളും ഈക്വൽ ആണെന്ന് എഴുതി, അതുപോലെ ഈ ആംഗിളും ഈക്വൽ ആണെന്ന് എഴുതി. ഇനി നമുക്കിവിടെ ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ FEGയും ട്രയാങ്കിൾ ACB അല്ലെങ്കിൽ EGF എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ FEGയും സിമിലർ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. സിൻസ് ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ FEG, അപ്പോൾ ഇവിടുത്തെ കറസ്പോണ്ടിങ് ആംഗിൾസ് നമുക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ F ആണ്, ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ EF ആണ്.
അതുകൊണ്ടാണ് നമ്മൾ ഫിഗർ ഇങ്ങനെ വരച്ചത്, എഫിനെ ആദ്യം കൊണ്ടുവന്നത്. എഫിനെയും ഇനെ റൈറ്റ് സൈഡിലേക്ക് മാറ്റിയതുകൊണ്ടാണ്. നമുക്ക് ഇതേ ഓർഡറിൽ തന്നെ നമുക്ക് എടുക്കാം. ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ എഫ് ആണ്. അതുപോലെ ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ജി ആണ്. ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ജി ആകുമ്പോൾ ദറ്റ് ഇംപ്ലൈസ് ഹാഫ് ആംഗിൾ സി ഈക്വൽ ടു ഹാഫ് ആംഗിൾ ജി ആയിരിക്കും. അതായത് ആംഗിൾ എ സി ഡി നോക്കാം, ആംഗിൾ എ സി ഡി. അപ്പൊ ആംഗിൾ എ സി ഡി ഈക്വൽ ടു ആംഗിൾ നമുക്ക് എഫ് ജി എച്ച് ആയിരിക്കും. ഇവിടെ ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആയതുകൊണ്ട് ആംഗിൾ എയും ആംഗിൾ എഫും ഈക്വൽ ആണ്. അതുപോലെ ആംഗിൾ സിയും ആംഗിൾ ജിയും ഈക്വൽ ആണ്. അപ്പോൾ സിയും ജിയും ഈക്വൽ ആകുമ്പോൾ സിയുടെ പകുതിയും ജിയുടെ പകുതിയും ഈക്വൽ ആയിരിക്കും. സിയുടെ പകുതി എന്ന് പറയുന്നത് എ സി ഡി ആണ്. അതുപോലെ ജിയുടെ പകുതി എന്ന് പറയുന്നത് എഫ് ജി എച്ച് ആണ്. ഇവിടെ നമുക്ക് എ സി ഡിയും എഫ് ജി എച്ചും ഈക്വൽ ആണെന്ന് കിട്ടി. വേണമെങ്കിൽ നമുക്ക് അതിനെ ഒരു ഇക്വേഷൻ ആക്കി വെക്കാം. നൗ ഇൻ ട്രയാങ്കിൾ, നമുക്കിവിടെ ഈ ട്രയാങ്കിൾ രണ്ടെണ്ണം പരിഗണിക്കാം. ട്രയാങ്കിൾ ഡി സി എ പേരിൽ നോക്കാം. ട്രയാങ്കിൾ ഡി സി എ, ട്രയാങ്കിൾ ഡി സി എ ഇങ്ങനെ എടുത്തേക്കാം. ആൻഡ് ഡി സി എന്നെടുത്ത് നമുക്ക് എച്ച് ജി എഫ് എന്നെടുക്കാം. ട്രയാങ്കിൾ എച്ച് ജി എഫ്. അവിടെ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ എഫ് ആണ്. അത് നമ്മൾ നേരത്തെ തന്നെ എ ബി സിയും എഫ് ഇ ജിയും ചെയ്തപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചത്. പിന്നെ നമ്മൾ നേരത്തെ എഴുതുക ആംഗിൾ എ സി ഡി, ആംഗിൾ എ സി ഡി ഈക്വൽ ടു ആംഗിൾ എ സി ഡി എന്ന് എടുത്തുകൊണ്ട് എഫ് ജി എച്ച് എന്ന് എടുത്തു. അപ്പോൾ എ സി ഡിയും എഫ് ജി എച്ചും അത് ഈക്വൽ. ഈ രണ്ട് ട്രയാങ്കിളുകളിലെയും രണ്ട് ട്രയാങ്കിൾസിൻ്റെയും രണ്ട് ആംഗിൾസ് ഈക്വൽ. അപ്പോൾ ബൈ എ സിമിലാരിറ്റി ട്രയാങ്കിൾ, ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ട്രയാങ്കിൾ ഡി സി എ സിമിലർ ടു ട്രയാങ്കിൾ എച്ച് ജി എഫ്. ഇവിടെ ആംഗിൾ എയും ആംഗിൾ എഫും ഈക്വൽ ആണ് നമുക്ക് നേരത്തെ അറിയാം. പിന്നെ ആംഗിൾ സിയും ആംഗിൾ ജിയും ഈക്വൽ ആയതുകൊണ്ട് സിയുടെ പകുതിയും ജിയുടെ പകുതിയുമായിട്ട് നമ്മൾ ആംഗിൾ എ സി ഡിയും ആംഗിൾ എഫ് ജി എച്ചും നമ്മൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്, നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും എടുത്തെഴുതി അങ്ങനെ നമ്മൾ ട്രയാങ്കിൾ ഡി സി എയും ട്രയാങ്കിൾ എച്ച് ജി എഫും പരിഗണിച്ചു. അപ്പോൾ ബൈ എ സിമിലാരിറ്റി രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്, അതുകൊണ്ട് ട്രയാങ്കിൾ ഡി സി എ സിമിലർ ടു ട്രയാങ്കിൾ എച്ച് ജി എഫ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചു. ഇത് ശരിക്കും നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിലെ തേർഡ് സബ് ക്വസ്റ്റ്യൻ ആണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. നമ്മൾ ആദ്യം ചെയ്തു എന്നേ ഉള്ളൂ. ഇനി ഇതിൽ നിന്ന് വേണം നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ ഇവിടെ ഇതിൽ നിന്ന് നമുക്ക് അടുത്ത് പ്രൂവ് ചെയ്യാം. നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത് വെച്ച ട്രയാങ്കിൾ ഡി സി എ, ട്രയാങ്കിൾ ഡി സി എ സിമിലർ ടു ട്രയാങ്കിൾ എച്ച് ജി എഫ്, എച്ച് ജി എഫ്. ട്രയാങ്കിൾ ഡി സി എ സിമിലർ ടു ട്രയാങ്കിൾ എച്ച് ജി എഫ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ, ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ സി ഡി ബൈ ജി എച്ച് ഈക്വൽ ടു എ സി ബൈ എഫ് ജി എന്നാണ് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ സി ഡി നോക്കുക. സി ഡിക്ക് ഇവിടെ ഡി സി എന്നാണ് കിട്ടുന്നത്. സി ഡി ബൈ ഇവിടെ എച്ച് ജി ആണ്, ജി എച്ച്. അപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ സി ഡി ബൈ ജി എച്ച് ഈക്വൽ ടു നമുക്ക് എ സി ബൈ എഫ് ജി ആണ് വേണ്ടത്. ഇവിടെ നമുക്ക് സി എ കിടപ്പുണ്ട്, അപ്പോൾ എ സി ആയി. എ സി ബൈ എഫ് ജി ആണ്, ഇവിടെ നമുക്ക് ജി എഫ് ഉണ്ട്. അപ്പോൾ എ സി ബൈ എഫ് ജി എന്ന് എഴുതാം. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. തേർഡ് പാർട്ട് ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്തത്. ഇനി സെക്കൻഡ് പാർട്ട് പ്രൂവ് ചെയ്യും. നൗ ഇൻ ട്രയാങ്കിൾ ഈ സൈഡ് റൈറ്റ് സൈഡിലെ ട്രയാങ്കിൾ നോക്കാം. ഡി സി ബി, ട്രയാങ്കിൾ ഡി സി ബി ആൻഡ് നമ്മൾ ഡി സി ബി എന്നിങ്ങനെ എടുത്തുകൊണ്ട് നമുക്ക് എച്ച് ജി ഇ എന്ന് എടുക്കാം. ആൻഡ് ട്രയാങ്കിൾ എച്ച് ജി ഇ, ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ഇ ആണ്. കാരണം ഇവിടെ നമുക്ക് എ ബി സിയും എഫ് ഇ ജിയും സിമിലർ ആണ്. സൈഡിൽ കാരണം എഴുതി വെക്കാം. സിൻസ് ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ എഫ് ഇ. അപ്പോൾ ഇവിടെ ബിയും ഇയും
ഈക്വൽ ആണ്. അപ്പം നമ്മൾ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ഇ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കറിയാവുന്ന ആംഗിൾ ഡി സി ബി, ഇവിടെയുള്ള ഈ ആംഗിൾ സി എന്നുള്ള ആംഗിളിൻ്റെ റൈറ്റ് സൈഡ് നമ്മൾ എ ഡി സി പ്രൂവ് ചെയ്ത് ഈ സൈഡ് ആംഗിൾ പ്രൂവ് ചെയ്ത്, അപ്പോൾ ഈ ട്രയാംഗിളിനെ ബൈസെക്ടർ വെച്ച് മാറ്റിയപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ആംഗിൾ, അപ്പോൾ അത് ഡി സി ബി എന്ന് എടുക്കാം. അപ്പോൾ ആംഗിൾ ഡി സി ബി ഈക്വൽ ടു ഡി സി ബി കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എച്ച് ജി ഇ ആയിരിക്കും. ആംഗിൾ എച്ച് ജി ഇ. ഈ എഴുതുന്ന എല്ലാ ഫിഗർ നോക്കിയിട്ടാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ എക്സാമിന് ചെയ്യുമ്പോഴും കറക്റ്റ് ഈ ലെറ്റർ മാറിപ്പോകാൻ നോക്കണം. കറക്റ്റ് ആ പടത്തിൽ നോക്കാം, ഫിഗറിൽ നോക്കിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഡി സി ബി എന്നാണ് ആദ്യം എടുത്തത്. അപ്പോൾ ഡി സി ബി എന്ന് എടുത്തെങ്കിൽ നമുക്ക് എച്ച് ജി ഇ എന്ന് തന്നെ എടുക്കണം. അത് മാറിപ്പോകാൻ നോക്കുക. ഇനി അത് ഈക്വൽ ആവുന്നതിൻ്റെ കാരണം ഇവിടെ എ സിയുടെ ഹാഫാണ് ആംഗിൾ എ സി ബിയുടെ ഹാഫാണ് ആംഗിൾ ഡി സി ബി. അതുപോലെ ആംഗിൾ എഫ് ജി ഇയുടെ ഹാഫാണ് ആംഗിൾ എച്ച് ജി ഇ. അപ്പോൾ നമ്മൾ ഈക്വൽ ആണ് നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. റീസൺ നമുക്ക് എഴുതി നോക്കാം. ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ജി ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. ഇംപ്ലൈസ് ഹാഫ് സി, ഹാഫ് ആംഗിൾ സി ഈക്വൽ ടു ഹാഫ് ആംഗിൾ ജി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആംഗിൾ ഡി സി ബിയും ആംഗിൾ എച്ച് ജി, ഇപ്പം നമ്മളെടുത്ത ആംഗിൾ ഡി സി ബിയും ആംഗിൾ എച്ച് ജി ഇയും ഈക്വൽ ആണ്. അപ്പോൾ ബൈ എ എ സിമിലാരിറ്റി ട്രയാംഗിൾ ഡി സി ബി, ഇവിടുത്തെ ട്രയാംഗിൾ തന്നെ ഡി സി ബി സിമിലർ ടു ട്രയാംഗിൾ എച്ച് ജി ഇ. ട്രയാംഗിൾ ഡി സി ബി സിമിലർ ടു ട്രയാംഗിൾ എച്ച് ജി ഇ. അപ്പോൾ ഇത് പ്രൂവ് ചെയ്തു. ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ. ട്രയാംഗിൾ ഡി സി ബി സിമിലർ ടു ട്രയാംഗിൾ എച്ച് ജി ആണ് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കുന്നത്. അപ്പോൾ ട്രയാംഗിൾ ഡി സി ബി സിമിലർ ട്രയാംഗിൾ എച്ച് ജി എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അതായത് ഇവിടുത്തെ ഡി സി ബി ഈ ട്രയാംഗിളും എച്ച് ജി ഇ ഈ ട്രയാംഗിളും, ഇതെല്ലാം നമ്മൾ ചെയ്തത് എ എ സിമിലാരിറ്റി ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ചെയ്യാനുള്ള കാര്യം വിഷമമുള്ള ക്വസ്റ്റ്യനൊന്നുമല്ല, കൃത്യമായിട്ട് ഇവിടെ തെറ്റിപ്പോകാമെന്ന്. ഒരു ആംഗിൾ അങ്ങോട്ടും മാറിയാൽ ആ സിമിലാരിറ്റി മാറിപ്പോകും. അപ്പോൾ കറക്റ്റ് ഫിഗർ വരച്ച് നോക്കാം, ഫിഗറിൽ നോക്കിക്കൊണ്ട് തന്നെ. ഇപ്പം ഞാൻ ചെയ്തത് തന്നെ ഡി സി ബിയും എച്ച് ജിയും എടുത്തു. അപ്പോൾ ഡി സി ബി എന്ന് എടുത്തപ്പോൾ ഈ റൈറ്റ് സൈഡിൽ അതേപോലെ നോക്കി എച്ച് ജി ഇ എന്നാണ് ഈ പേര് കൊടുത്തത്. അത് ഇ ജി എച്ച് എന്ന് കൊടുത്താലും ശരിയാണ്, ആ ട്രയാംഗിൾ തന്നെയാണ്, പക്ഷേ എച്ച് ജി ഇ എന്ന് തന്നെ കൊടുത്തു. അപ്പോൾ ഓർഡർ മാറാതെ അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ കിട്ടും. അവിടെ ഒരു കൺഫ്യൂഷൻ വരില്ല. അപ്പോൾ എല്ലാത്തിനും എ എ സിമിലാരിറ്റി ഉപയോഗിച്ച് നമ്മൾ ചെയ്തു. ട്രയാംഗിൾ ഡി സി ബി സിമിലർ ടു ട്രയാംഗിൾ എച്ച് ജി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് നമുക്ക് ആ തേർഡ് ക്വസ്റ്റ്യൻ ഉപയോഗിച്ചിട്ട് തേർഡ് ക്വസ്റ്റ്യൻ്റെ ട്രയാംഗിൾ ഡി സി എ സിമിലർ ടു ട്രയാംഗിൾ എച്ച് ജി എഫ് എന്ന് ഉപയോഗിച്ചിട്ട് സി ഡി ബൈ ജി എച്ച് ഈക്വൽ ടു എ സി ബൈ എഫ് ജി നമുക്ക് കിട്ടും. ഇനി അതിൻ്റെ റൈറ്റ് സൈഡ് എടുത്ത് രണ്ട് ട്രയാംഗിൾ എടുത്ത് നമ്മൾ ട്രയാംഗിൾ ഡി സി ബിയും ട്രയാംഗിൾ എച്ച് ജി അത് സെക്കൻഡ് ക്വസ്റ്റ്യനും പ്രൂവ് ചെയ്തു. അപ്പോൾ ആദ്യം തേർഡ് ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്തു, അതിനുശേഷം അത് ഉപയോഗിച്ച് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്തു, അതിനുശേഷം സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്തു. ആ ഓർഡറിലാണ് മൂന്നും പ്രൂവ് ചെയ്തേക്കുന്നത്.